ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതേ മൂന്നാർക്ക് ടൂർ പോവാണ് കേട്ടോ. ഞാനും എൻ്റെ ഇക്കാക്കായും എൻ്റെ സുക്കുമ്പിയും കൂടിയിട്ടാണ് ടൂർ പോണത്. അപ്പോൾ മൂന്നാർക്ക് കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സാധിച്ചത്. അപ്പോൾ നമ്മളിതേ പോയി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ സുക്കുമ്പിക്ക് ഛർദിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വയ്യാതെയായി പോയി. അവൻ കാര്യം നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് അവനിക്ക് വയ്യാതായത്. നമ്മളൊരു കട എത്തിയപ്പം അടിമാലി എത്തിയപ്പോൾ ഒരു കടയിൽ നിന്ന് 2-3 കുപ്പി വെള്ളം വാങ്ങിച്ച് കാറൊക്കെ ഒന്ന് ഞാൻ വൃത്തിയായിട്ട് കഴുകി. കാറിൻ്റെ വിൻഡോയിലും അതുപോലെ ഗ്ലാസ് മൊത്തത്തിൽ ആകെ കൂടി അതിൽ വൊമിറ്റ് ചെയ്ത് ആകെ കൊളാക്കി വെച്ചേക്കുമായിരുന്നു അവൻ. അങ്ങനെ നമ്മൾ കാറൊക്കെ കഴുകിയിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് തുടങ്ങി ഛർദിയല്ല കേട്ടോ, ഭയങ്കരമായിട്ട് മൂക്കടയലും 2 ചെവി അങ്ങ് കൊട്ടി അടഞ്ഞു പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ വയ്യാതെ ഇങ്ങനെ ഇരുന്നു. പിന്നെ മൂന്നാർ എത്തിക്കഴിഞ്ഞപ്പം നമ്മുടെ സുക്കുമ്പിക്ക് ഏകദേശം സെറ്റായിട്ടോ, അവനൊന്നും ഉഷാറായി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പോയത്. ഒരു ഹോട്ടലിലോട്ട് പോയപ്പം അവിടെ ആരും ഉണ്ടായില്ല കേട്ടോ. രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ആകെയുള്ളത് ഇഡ്ഡലിയും സാമ്പാറും, വേറെ ഒന്നുമില്ല. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നല്ല ഇഡ്ഡലിയായിരുന്നു കേട്ടോ. പിന്നെ വില കേട്ടപ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോയി. എന്നാലും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സുക്കുമ്പി കഴിച്ചു കേട്ടോ, കാരണം അവനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമായിരുന്നല്ലോ. ഇങ്ങനെ മൊത്തത്തിൽ അവൻ ആകെ കൂടി വയ്യാതെ ആയതുകൊണ്ട് അവൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് ഇപ്പോൾ ഒട്ടുമില്ല, സൗണ്ട് ഇപ്പോൾ ഏകദേശം വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് സൗണ്ട് അടപ്പൊക്കെ ആയിരുന്നു, ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ നമ്മളിതേ വഴി തെറ്റി വേറെ സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഇവിടേക്ക് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഒരു വനം വകുപ്പിൻ്റെ ഒരു ബസ് കയറി നമ്മുടെ നല്ല മലയുടെ മണ്ടേക്കോടെയൊക്കെ പോകില്ലേ, അവിടേക്കാണ് പോണത്. ഞാൻ ആദ്യമായിട്ടാണ് 2 പ്രാവശ്യം മൂന്നാർക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയത്. പോയി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. അത്രയ്ക്കും തിരക്കായിരുന്നു. കയറേണ്ടിയില്ല എന്ന് വിചാരിച്ചു പോയി. അവസാനം നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്തില്ലേ എന്ന് വിചാരിച്ച് കയറിയത്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ്, ഇതുപോലത്തെ 3-4 വണ്ടിയുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പോണത്. നല്ല രസമായിരുന്നു കേട്ടോ പോകാനായിട്ട്. എത്ര കൂടി തിരക്കിട്ട് കയറിയാലും ഇത്രയും ആൾക്കാർ ഒരു ബസ്സിൽ കയറാനുള്ള ആൾക്കാർ തിക്കും തല്ലുവാണിത്. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ ആയിരുന്നു, നിറച്ചും തേയിലത്തോട്ടവും, നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം എന്ന് വെച്ചാൽ എൻ്റെ സുക്കുമ്പി കാക്കായും വെവ്വേറെ സ്ഥലത്തായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ വേറൊരു ചേട്ടൻ്റെ അടുത്താണ് ഇരുന്നത്, ഇക്കാക്കായും സുക്കുമ്പിയും വേറെ സ്ഥലത്താണ് ഇരുന്നത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇരുന്നത്. എനിക്കത് മാത്രമായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല വ്യൂ ആയിരുന്നു, നല്ല രസമായിരുന്നു. ഭയങ്കര മലയുടെ മണ്ടേക്കോടെയാണ് നമ്മൾ പോണത്. നമുക്ക് പേടിയാവും, കുഞ്ഞു റോഡൊക്കെയാണ് കേട്ടോ ആ വഴിയൊക്കെ പോകുമ്പം. പക്ഷെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെ നല്ല കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുറേ നേരം റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട്. അതിൻ്റെ മുകളിലോട്ട് വണ്ടി പോകില്ല, മലയാണ്, പാറയാണ്. അപ്പം ആ പാറയുടെ മുകളിൽ ഒരു ഇങ്ങനെ എന്തോ ആടോ എന്തോ സാധനം, അത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെ അതിൻ്റെ മണ്ടയ്ക്ക് കയറുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കയറേണ്ടി വന്നില്ല. നമ്മൾ അവിടെ ചെന്നൊക്കെ ചായയൊക്കെ കുടിച്ച് ഒന്ന് കറങ്ങി തിരിഞ്ഞത്. ഇതിൽ കൂടെയാണ് കേട്ടോ അതിൽ കൂടെ പോണത്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ തന്നെ നമുക്കൊന്ന് സെറ്റായായിരുന്നു നമ്മൾ. അങ്ങനെ നമ്മളിത് സുക്കുമ്പിക്ക് ചായയും എന്തോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഈ സാധനം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുക. എനിക്കത് കണ്ടിട്ട് പേടിയാവുകയാണ്. സുക്കുമ്പി ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ കുറേ നേരം നോക്കി നിന്ന്. ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ആ പാറപ്പുറത്തേക്ക് കയറി പോകുന്നത്. ഭാഗ്യം ഞങ്ങൾ കയറി പോയതുമില്ല. നമ്മളിത് തിരിച്ച് ബസ്സിൽ കയറി തിരിച്ചിങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് പോയതല്ലേ എന്ന് വിചാരിച്ച് നമ്മളിത് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് ചോളം വാങ്ങിക്കാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചോളം കഴിക്കാൻ. ഇക്കാക്കും സുക്കുമ്പിക്കും ചോളം ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ചോളം പുഴുങ്ങിയതാണ് കേട്ടോ ഇഷ്ടം. ചോളം പുഴുങ്ങിയതിൽ നിറച്ച് മസാലയൊക്കെ ഇട്ട്, പക്ഷേ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഭയങ്കര തണുപ്പും തണുത്ത കാറ്റ് വീശിനോണ്ട് എൻ്റെ ചുണ്ടാകെ പൊട്ടിയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് തോല് പോവുമായിരുന്നു എൻ്റെ ചുണ്ടിൻ്റെ. അതുകൊണ്ട് ഈ മുളക് അങ്ങനെ ചേർന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാതായി, കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല എനിക്ക് ചോളം. എന്നാലും ഞാൻ മാക്കുന്ന കഴിച്ച ദിവസം വാങ്ങിച്ച് തന്നിട്ട് സുക്കുമ്പി ഇതേ ഒരു മാങ്ങ വാങ്ങിച്ചിട്ടോ. മാങ്ങ അവന് ഉപ്പും മുളകും ഒന്നും ഇടാതെ ചുമ്മാ ഒരു പുളിമാങ്ങ വാങ്ങിച്ചു. എന്നിട്ട് ഞാനത് കഴിച്ചിട്ടോ. എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കഴിക്കാൻ. എന്നാലും നമ്മൾ സാധനം വാങ്ങിച്ചല്ലേ എന്നിട്ട് അതും ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മൾ നേരെ വട്ടവടയിലോട്ട് പോവാണ്. എനിക്ക് ഒട്ടും പറ്റണില്ല, വോയിസ് കൊടുത്തിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര തൊണ്ടവേദന എടുക്കുക. അങ്ങനെ നമ്മളിത് വട്ടവടയിലോട്ട് പോവാണ് കേട്ടോ. വട്ടവടയിൽ ആ കാടിൻ്റെ മണ്ടക്ക് കയറിക്കുന്നപ്പോൾ കടയില്ല, ഒന്നുമില്ല, നന്നായിട്ട് വിശക്കുകയും ചെയ്യാണ്. നമ്മൾ അത്രയും നേരം ക്യൂ നിന്നത് കയറിയത്. ഇപ്പോൾ സമയം ഒരുപാട് പോയായിരുന്നു, 1 മണി 2 മണിയായി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഇക്കാക്ക കാറ് പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാനും സുക്കുമ്പിയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസാണ്. ഇക്കാക്ക സാധാ ചോറാണ് കേട്ടോ വാങ്ങിച്ചത്. ചോറ് സാമ്പാറൊക്കെയാണ് വാങ്ങിച്ചത്. നമ്മൾ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസാണ്. നല്ല ഫ്രൈഡ് റൈസായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സുക്കുമ്പിയും കഴിച്ചു.
അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവണത് തേൻമിഠായി വാങ്ങാനാണെങ്കിൽ വലിയ തേൻമിഠായി 5 രൂപക്ക് നല്ല മത്തങ്ങ പോലെ ഇരിക്കുന്ന തേൻമിഠായി നല്ല തേൻ പോലെ ഇരിക്കുന്ന നല്ല ടേസ്റ്റ് ഉള്ളത് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വട്ടവടയിലോട്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നല്ല തിരക്കായിരുന്നു. എല്ലാ സ്ഥലത്തും സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പോയി വാങ്ങിക്കാൻ പറ്റിയ ഒരു ചേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ ആ ചേട്ടൻ നമ്മൾ അവിടെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അവിടെ നിറച്ചും കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുന്നിട്ട് ഇവിടെ മാത്രം നമുക്ക് തിരക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് അറ്റത്ത് എത്തിയായിരുന്നിട്ട് വട്ടവട അറ്റത്തെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി സുക്കുമ്പി ആദ്യമായിട്ടാണ് സ്ട്രോബെറി തിന്നാൻ പോണത്. അപ്പോൾ നമ്മൾ മാളിലൊക്കെ പോകുമ്പോൾ സ്ട്രോബെറി കണ്ടാലും സുക്കുമ്പി വാങ്ങിക്കാറില്ല. കാരണം ഇക്കാക്ക പറഞ്ഞു നമുക്കിങ്ങനെ വട്ടവട വന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു. അങ്ങനെ സുക്കുമ്പി ഇത് ഓടി പോവാണ് വാങ്ങിക്കാൻ വേണ്ടി. നല്ല രസമാണ്. അവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളും നിറച്ചും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. വട്ടവടയിൽ ഒരുപാട് പേര് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസൊക്കെ. അപ്പോൾ എനിക്ക് പോകാൻ ഭയങ്കര കൊതിയായിരുന്നു. ഇതൊക്കെയാണ് സ്ട്രോബെറിയുടെ കൃഷി അവർ ചെയ്തേക്കുന്നത്. സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, വെളുത്തുള്ളി, അവോക്കാഡോ, അതുപോലെ ക്യാബേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് സ്ട്രോബെറി വാങ്ങിച്ചു. പിന്നെ സ്ട്രോബെറിയുടെ വൈൻ വാങ്ങിച്ചു. വൈൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി വാങ്ങിച്ചു. പഴുത്തതൊക്കെ നമുക്ക് പറിച്ച് വീട്ടിലോട്ട് തന്നു വിട്ടിട്ടോ. പിന്നെ അത്യാവശ്യം പഴുത്തതൊക്കെ നമ്മൾ അവിടെ വെച്ചും പറിച്ച് കഴിച്ചു. ചിലതിനൊക്കെ പുളിയായിരുന്നു, ചിലതിനൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് അതൊക്കെ വാങ്ങിച്ചിട്ട് സുക്കുമ്പിയുടെ കുറച്ച് വീഡിയോസും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്ക് നല്ല വൊമിറ്റിംഗ് ആയിരുന്നു. എനിക്ക് രാവിലെ പോയപ്പോൾ കുഴപ്പമില്ല, തിരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോയതല്ല, സ്റ്റേ ചെയ്യാതെ തിരിച്ച് പോന്നു. കാരണം നമുക്ക് ഒട്ടും വയ്യായിരുന്നു. നമ്മൾ പെട്ടിയൊക്കെ ആയിട്ടാണ് പോയത്, പക്ഷേ സ്റ്റേ ചെയ്തില്ല. ഒട്ടും വയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മളൊരു കടയിൽ കയറി അവിടെ നിന്ന് മുറുക്കും ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോ അത്രയുള്ള പുതിയ വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. ബായ്.